വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇവിടെ 2 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, 2 ക്യാരറ്റ് ഉണ്ട്, 2 ബ്രെഡ് ഉണ്ട്, അപ്പോൾ തന്നെ കുറച്ച് ചീസുണ്ട്. നമുക്കിത് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് ഈ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ക്യാരറ്റ്. മുട്ട ഇത് വെച്ചിട്ട് ഇത് 2 മുട്ടുണ്ട്, 2 മുട്ട നമുക്കിതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റും ഇനി ക്യാരറ്റ് ഇല്ല വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയത്, ക്യാരറ്റ് ഞാൻ ഇടുന്നുള്ളൂ. അതുപോലെ ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ബട്ടർ ഇതിലേക്ക് ഇട്ടെടുക്കാം. ബട്ടർ മെൽറ്റായിക്കോളും. ഈ ബ്രെഡും വെച്ച് കൊടുക്കാം. ബ്രെഡ് ഒന്ന് നന്നായി ടോസ്റ്റായി വരട്ടെ. കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് മയോണൈസ്. ഇത് ഞാൻ അണ്ടിപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിൽ ഓയിലൊന്നുമില്ല. ഇതിൻ്റെ റെസിപ്പി ഈ ചാനലിലുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, അപ്പോൾ തന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിലേക്ക് വെച്ച് കൊടുക്കാം. എളുപ്പം പണി കഴിയും കേട്ടോ. സാൻഡ്വിച്ചൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി, നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. വേണ്ടോ, മുട്ട പുഴുങ്ങിയെടുത്താൽ മതി, എളുപ്പം ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പറ്റും. കണ്ടോ, എളുപ്പത്തിൽ കഴിഞ്ഞില്ല. ഇപ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, വേണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഏത് വീഡിയോ കാണുമ്പോഴും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഫേസ്ബുക്ക് ഫോളോ ചെയ്യണം. ഒരുപാട് വീഡിയോകളുണ്ട്, ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കണം, ലൈക്ക് ചെയ്യും വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. കമൻറ്റും ചെയ്യണേ. ബൈ.